ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുക എന്നത് ജീവിതത്തിലെ ഏറ്റവും ഭാഗ്യകരമേറിയ അനുഭവമാണ്. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 28-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. 1 കൊരിന്ത്യർ 2-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. എന്നാൽ ദൈവം നമുക്ക് നൽകിയ തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമുക്കത് വെളിപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹം അത്രമാത്രം അഗാധമാണ്. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നമുക്കുള്ള ദൈവസ്നേഹത്തെ നാം ഒന്ന് വിചിന്തനം ചെയ്യുവാനിടയാകട്ടെ. ദൈവം ആദ്യം നമ്മെ സ്നേഹിച്ചു, തൻ്റെ സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി നൽകുവാനിടയായി തീർന്നു. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം വളരെ ലോകപ്രസിദ്ധമാണല്ലോ: തൻ്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ഈ ലോകത്തെ സ്നേഹിപ്പാനിടയായി തീർന്നു. 1 യോഹന്നാൻ 3-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുകയാണ്. ദൈവം ആദ്യം നമ്മെ സ്നേഹിച്ചു. നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമ്മെ സ്നേഹിപ്പാനായിട്ടിടയായി തീർന്നു. റോമാലേഖനം 5-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അതെ, തൻ്റെ പരിശുദ്ധാത്മാവിനാൽ തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ നമ്മോട് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അത് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ആത്മാവിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാൻ തക്കവണ്ണം നമുക്കിടയായി തരണം. റോമാലേഖനം 5-ാം അധ്യായം തന്നെ അതിൻ്റെ 8-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിച്ചു. നാം ദൈവവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത സമയത്ത്, ഹല്ലേലൂയ, നമ്മളെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഈ ലോകത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ, ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ കണ്ട നമ്മുടെ ദൈവം, ക്രിസ്തുവിൽ നമ്മെ കണ്ട ദൈവം, അപ്പോഴേക്ക് നമുക്ക് വേണ്ടി സ്നേഹം കരുതി വെച്ച ദൈവത്തിൻ്റെ സ്നേഹം, ആ സ്നേഹത്തെ തിരസ്കരിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് ഇടയാകരുത്. ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ അന്വേഷണങ്ങളുടെ മധ്യത്തിൽ ഏറ്റവും വലുതാണ് ദൈവസ്നേഹത്തെ തിരിച്ചറിയുന്നത്. എന്നാൽ ഇവിടെ വചനം എന്തു പറയുന്നു? എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. നമ്മുടെ ഉള്ളിലുള്ള ദൈവസ്നേഹത്തെ ഒന്ന് വിചിന്തനം ചെയ്യുവാനിടയാകട്ടെ. ആഴമായ ദൈവത്തെ സ്നേഹിപ്പാനായിട്ടിടയായി തീരുവാൻ കഴിയുന്നുണ്ടോ? ഒരു അൺകണ്ടീഷണൽ ലവ്, അതാണ് ദൈവത്തിൽ നമുക്ക് വേണ്ടി നൽകപ്പെട്ടത്. അതുപോലെ നമ്മുടെ സ്നേഹവും ദൈവം എന്തെങ്കിലും നമുക്ക് വേണ്ടി നൽകി തരുവാനും ചെയ്യുവാൻ വേണ്ടിയുള്ള സ്നേഹമാണോ നമ്മുടെ ഉള്ളിലുള്ളത്? അതോ അഗാധമായിട്ടുള്ളൊരു സ്നേഹം, ഒരു പരിധിയും വെക്കാതെ വണ്ണമുള്ള സ്നേഹമാണ് നമുക്കുള്ളത്? എബ്രായ ബാലന്മാർ ഇപ്രകാരം പറഞ്ഞു: അവരെ തീച്ചൂളയിലേക്ക് ഇടുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നതിന് മുമ്പേ അവരോട് ചോദിക്കുമ്പോൾ പറയുന്നു: രാജാവേ, ഞങ്ങളുടെ ദൈവം ഞങ്ങളെ ഈ അഗ്നിച്ചൂളയിൽ വിടുവിപ്പാൻ തക്കവണ്ണം പ്രാപ്തനാണ്. എന്നാൽ ഹല്ലേലൂയ, ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും ഞങ്ങൾ രാജാവ് നിർത്തിയ ബിംബത്തെ ആരാധിക്കത്തില്ല. ഞങ്ങൾ സത്യദൈവമായ ജീവനുള്ള ദൈവത്തെ സ്നേഹിക്കുന്നവരാണ്. അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്ന ഞങ്ങൾ സന്തോഷിക്കുന്നവരാണ്. ജീവിതത്തിൽ എന്ത് പ്രതികൂലം വന്നാലും ആ സ്നേഹത്തിൽ ഉറച്ചു നിൽപ്പാൻ തക്കവണ്ണം ഞങ്ങൾ ആഗ്രഹിക്കുന്നവരാണെന്ന് അവർ പറയുവാനിടയായി തീർന്നു. അങ്ങനെ അവർ ദൈവസ്നേഹത്തിൻ്റെ മഹാത്മ്യത്തിൽ ഉറച്ചു നിന്നപ്പോൾ അവർക്ക് വേണ്ടി അഗ്നിയിൽ ഇറങ്ങി വന്ന കർത്താവിൻ്റെ സാന്നിധ്യത്തെ അന്നത്തെ ലോകം മൊത്തം കാണുവാനിടയായി തീർന്നു. രാജാവിൻ്റെ കണ്ണു തുറക്കുവാനിടയായി തീർന്നു. ഏത് പ്രതിസന്ധി വന്നാലും ദൈവസ്നേഹത്തിൻ്റെ ആഴത്തിൽ ദൈവിക കൽപ്പനകളെ മുറുകെ പിടിച്ചുകൊണ്ട് നിൽക്കുവാനായിട്ട് കഴിയുമോ? ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിപ്പാനിടയാകും. രേഖകൾ നമുക്കെതിരെ എഴുതിയാലും, കാര്യങ്ങൾ കൽപ്പുകളൊക്കെ നമുക്കെതിരായിട്ട് തിരിഞ്ഞാലും ദൈവസ്നേഹത്തിൽ ഉറച്ചു നിൽപ്പാൻ കഴിയുമോ? സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പാൻ കഴിയും. അതുപോലെ ദൈവത്തിൻ്റെ പൈതലെ, ദൈവത്തെ ആഴമായിട്ട് സ്നേഹിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ട് പോലുമില്ല. എന്നാൽ വ്യക്തിപരമായി നിങ്ങളോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ കൂടി ദൈവത്തിന് അത് വെളിപ്പെടുത്തി തരുവാൻ കഴിയും. ദൈവസ്നേഹത്തിൻ്റെ ആഴത്തിലിറങ്ങി ദൈവത്തോട് എന്നും സമ്പർക്കം പുലർത്തുന്നവർക്ക് അത് ദൈവത്തിൻ്റെ പദ്ധതികൾ വെളിപ്പെടുത്തി തൻ്റെ ആത്മാവിൽ കൂടി വെളിപ്പെടുത്തുവാനായിട്ടിടയായി തീർന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇന്ന് ഈ ശബ്ദം കേൾക്കുമ്പോൾ ദൈവസ്നേഹത്തിൻ്റെ ആഴത്തിൽ നമ്മെ തന്നെ ഒന്ന് ചിന്തിക്കുവാനിടയായി തീരട്ടെ. എവിടെയാകുന്നു നമ്മുടെ സ്നേഹം എന്നെത്തി നിൽക്കുന്നത്? റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 35 മുതൽ വാക്യങ്ങൾ വായിക്കുന്നു: ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാർ? കഷ്ടതയോ, സങ്കടമോ, ഉപദ്രവമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ,
നിന്റെ നിമിത്തം ഞങ്ങളെ ഇടവിടാതെ കൊല്ലുന്നു, അറുപ്പാനുള്ള ആടുകളെപ്പോലെ ഞങ്ങളെ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. എന്നാൽ നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. ഇത് നമ്മുടെ തീരുമാനമാകട്ടെ. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മളെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. അങ്ങനെ ഉറയ്ക്കുവാനിടയാകട്ടെ. എന്തെല്ലാം പ്രതിസന്ധി വന്നാലും ദൈവം അൺകണ്ടീഷണലായിട്ട് എന്നെ സ്നേഹിച്ചു, എനിക്ക് വേണ്ടി സകലവും കരുതി. ഇന്ന് എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും, രോഗങ്ങൾ വന്നാലും, സാമ്പത്തിക ഞെരുക്കങ്ങൾ വന്നാലും, എല്ലാം തടസ്സമായി നിന്നാലും, ആരും അനുകൂലമായിട്ട് നിന്നില്ലെങ്കിലും ഞാൻ ദൈവസ്നേഹത്തിൽ ഉറച്ചു നിൽക്കും. അവിടുത്തെ തീരുമാനത്തിൽ, കൽപ്പനകളിൽ അത് ആചരിക്കുന്ന ഞാൻ സന്തോഷിക്കും. അവിടുത്തെ സാന്നിധ്യത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്ന തീരുമാനത്തിൽ ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി വരുവാൻ കഴിയുമോ? അത് ജീവിതത്തിലെ ഏറ്റവും ധന്യ നിമിഷങ്ങളായി, അനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളായി മാറുന്നു. നാം അനേകർക്ക് അനുഗ്രഹമായി മാറുന്നു. ദൈവത്തിൻ്റെ ഏറ്റവും വിലയേറിയതായി നാം നിലനിൽക്കുവാൻ പോകുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.